Module 6, Lecture 6. ഈ ലെക്ചറിൽ ലാസ്റ്റ് ലെക്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ, വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്, ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഇനി 7th വൺ ആയിട്ട് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ 4 കാര്യങ്ങളാണ് ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first one, valuation based on cost. First, valuation based on cost. ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചിലവാക്കിയോ ആ എമൗണ്ട് ആയിരിക്കും അതിൻ്റെ വാല്യൂ, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഇനി വർഷം കഴിയുന്തോറും എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടിക്ക്, ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ കോമ്പണൻസിന് റിപ്പയർ വരും, അത് കണക്ക് തന്നെ കോമ്പണൻസിൻ്റെ ലൈഫ് കുറയും. ആ കേസിൽ എന്ത് ചെയ്യണം, ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മൈനസ് ഡിപ്രീസിയേഷൻ വാല്യൂ ആയിരിക്കും പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. ഇതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് വെച്ചാൽ. ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ എത്ര രൂപയാണോ ചിലവാക്കിയത് ആ എമൗണ്ട് മൈനസ് ആ ബിൽഡിങ്ങിൻ്റെ ഏജ് കൂടുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഡിപ്രീസിയേഷൻ സംഭവിക്കും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആണ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കുന്നതാണ്. ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമ്മൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു അണ്ടർ ഡെവലപ്ഡ് ഏരിയ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നടക്കാൻ പോകുന്ന ഒരു ഏരിയയിലാണ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിതിനൊരു വലിയൊരു ഏരിയ ഉണ്ട്, ആ ഏരിയ അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ത് ചെയ്യാണ്, ആ ഏരിയയെ കുറച്ച് പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. കുറച്ച് പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോ പ്ലോട്ടും ഓരോരുത്തർക്കായിട്ട് അദ്ദേഹം വിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂ, ഇങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് മെത്തേഡിനകത്ത് വരുന്നത്. അതേ കണക്ക് തന്നെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തുന്നതും ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്ത് വരുന്നത്. ബിൽഡിങ്ങിന് ഏജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് റിപ്പയർ വർക്ക് വരും. അപ്പോൾ റിപ്പയർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്താണ്. Method of valuation is used for properties which are underdeveloped stage or partly developed and partly underdeveloped stage. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പ്ലോട്ട് ഡിവൈഡ് ഇൻറ്റു പ്ലോട്ട്സ്, അപ്പോൾ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്താണ് വരുന്നത്. ഇനി അതേ കണക്ക് തന്നെ ഒരു പ്രോപ്പർട്ടി, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റിപ്പയർ വർക്ക് നടത്തി അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്താണ് വരുന്നത്. ഒരു ബിൽഡിങ്ങിന് റിനോവേഷൻ നടത്തി അതിൻ്റെ സ്ട്രക്ചേഴ്സിനകത്ത് ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമോ അതെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയുവാണോ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്ത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന പ്ലോട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്ലോട്ടിലേക്കാണ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ പ്ലോട്ട് തന്നെ എടുക്കാം. ഇതൊരു വലിയ ഏരിയ ഉണ്ട്, ഒരു 100 ഏക്കർ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്ലോട്ടിനെ അതിൻ്റെ ഓണർ ഒരുപാട് ചെറിയ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ പോർഷൻ, ഇപ്പോൾ ഈ 1, 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നില്ല, ഇങ്ങനെ ഓരോ പോർഷൻസും ഓരോരുത്തർക്കായിട്ട് അദ്ദേഹം വിൽക്കുവാണ്. അങ്ങനെ ഈ പ്ലോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷന് വരുന്നത്. അതേ കണക്ക് തന്നെ ഇപ്പോൾ ഒരു ഓൾഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിനകത്ത് റിനോവേഷൻ വർക്ക്സ് നടത്തി ഇതിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുമോ, വാല്യൂ ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്താണ്. ഈ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്, ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീംസ്. ഇതിനകത്ത് രണ്ടിനകത്തും
പ്രോബ്ലംസ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റും ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീമും. അപ്പോൾ ഈ രണ്ട് മെത്തേഡിനകത്തും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഇത്. നമുക്കൊരു വലിയ പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ പോർഷനും എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്കായിട്ട് കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് മെത്തേഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. ഇതാണ്ട്, ഇൻ ദിസ് മെത്തേഡ് an estate is developed with all essential amenities and sold in small plots. When a city continues to expand, the land is known as a right of building. So valuation by development of building estate is equal to present value minus total outgoings. ഇതാണ് വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, പ്രസന്റ് വാല്യൂ മൈനസ് ടോട്ടൽ ഔട്ട്ഗോയിങ്സ്. സോ ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റിൻ്റെ പ്രൊസീജിയർ നോക്കാം, എങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫൈൻഡ് ദ നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ്. നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലോട്ട് ആയിരുന്നു, ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നു പ്ലോട്ട്. ആ പ്ലോട്ടിനെ എന്താണ് നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ചെറിയ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടെ എന്ത് വേണം, റോഡ് വേണം. ഈ ഓരോ പ്ലോട്ടിലേക്ക് പോകാനായിട്ട് റോഡ് വേണം. അപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റുന്നത്, നമുക്ക് എക്സ്പെൻസ്, ഇത്രയും പോർഷൻ എന്ത് ചെയ്യില്ല, ഇത്രയും പോർഷൻ നമുക്ക് ആർക്കും കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പറ്റില്ല. ഇതൊക്കെ എന്താവും, റോഡായിട്ട് പോകും. അത് കണക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു വെല്ല് വേണം, കിണർ വേണം, അല്ലെങ്കിൽ ഒരു ചെറിയ പാർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കൂടുതൽ ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവണം, വാട്ടർ സപ്ലൈ ഫെസിലിറ്റീസ് ഉണ്ടാവണം. അപ്പോൾ ആ പോർഷനും ആർക്കും വിൽക്കാനൊന്നും പറ്റില്ല, ആ പോർഷനും അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റുന്ന, നമുക്ക് ട്രാൻസാക്ഷൻ അവൈലബിൾ ആയ പ്ലോട്ടാണ് നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ ഏരിയ മൈനസ് ഏരിയ ഓഫ് ലാൻഡ് റിക്വയർഡ് ഫോർ എസെൻഷ്യൽ അമ്യൂണിറ്റീസ് ലൈക്ക് റോഡ്, പാത്ത്, വാട്ടർ സപ്ലൈ എക്സെട്ര, ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് 30% ഓഫ് ടോട്ടൽ ഏരിയ. അപ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ പ്ലോട്ടിൻ്റെ 30% റോഡ് പ്രൊവൈഡ് ചെയ്യാനും വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ഗ്രോസ് ഇൻകം. അപ്പോൾ ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ സെയിൽ ബൈ പ്ലോട്ടിംഗ് ഇൻ ടു ആവറേജ് സെയിൽ പ്രൈസ്. അപ്പോൾ നമുക്ക് ഫുൾ ലാൻഡ് നമുക്ക് എന്ത് ചെയ്യില്ല, സെയിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പോർഷൻ എന്തായിട്ട് പോകും, റോഡും വാട്ടർ സപ്ലൈ സ്കീമിനൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഗ്രോസ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഏരിയ, നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ സെയിൽ ഇൻ ടു ആവറേജ് സെയിൽ പ്രൈസ്. ആവറേജ് സെയിൽ പ്രൈസ് എന്ന് പറയാൻ കാര്യം, ഈ പ്ലോട്ട് എല്ലാം ഒരേ സമയത്ത് തന്നെ വിറ്റ് പോകില്ല. ഇപ്പോൾ ഈ ഫസ്റ്റ് പ്ലോട്ട് 2018 ജനുവരിയിൽ വിറ്റാൽ സെക്കൻഡ് പ്ലോട്ട് ചിലപ്പോൾ 2018 ഡിസംബറിലായിരിക്കും സെയിലാകുന്നത്. അപ്പോൾ അടുത്ത പ്ലോട്ട് ചിലപ്പം 2019 ഫെബ്രുവരിയിലായിരിക്കും. അങ്ങനെ ഒരേ സമയത്തായിരിക്കില്ല പ്ലോട്ട് വിറ്റ് പോകുന്നത്. ഓരോ സമയത്ത് സെയിൽ നടക്കുമ്പോഴും ഇതിൻ്റെ പ്ലോട്ടിൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാകും. ഈ പ്ലോട്ട് 20 lakh rupeesനാണ് വിറ്റെങ്കിൽ ചിലപ്പോൾ ഇത് വിൽക്കുന്നത് 25 lakhsനായിരിക്കും. ഇത് ചിലപ്പോൾ 18 lakhsനായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ സെയിം റേറ്റിനായിരിക്കില്ല പ്ലോട്ട് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആവറേജ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. Gross income is equal to net area of the land available for sale by plotting into average sale price. In third step, from the gross income find out the present value. അപ്പോൾ present value of the plot calculate ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് 2018 2019 എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പ്രസൻറ്റ് 2020 ആ പ്ലോട്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഗ്രോസ് ഇൻകം ഇൻറ്റു പി. ഈ പിയുടെ വാല്യൂ ആണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ n. അപ്പോൾ നമുക്ക് ഉള്ള ആ ചേഞ്ച് ഇൻ വാല്യൂ ഓരോ സമയത്തും ഓരോ വാല്യൂ ആയിരിക്കുമല്ലോ നമുക്ക് ആ പ്രോപ്പർട്ടിക്ക് നിന്ന് കിട്ടുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഗ്രോസ് ഇൻകം ഇൻറ്റു പി. ഈ പി ആണ് നമ്മുടെ ഡിഫേർഡ് വാല്യൂ എന്ന് പറയുന്നത്. ഡിഫേർഡ് വാല്യൂ എന്ന് വെച്ചാൽ ആ ചേഞ്ച് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് പി. ഇനി ഇവിടെ ഒരു അസംഷൻ തന്നിരിപ്പുണ്ട്. ഇഫ് എ പീരീഡ് ഓഫ് 4 years ഈസ് റിക്വയർഡ് ടു സെൽ ദ പ്ലോട്ട്. 4 വർഷം കൊണ്ട് ആണ് പ്ലോട്ട് വിറ്റ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനകത്ത് എന്നിൻ്റെ വാല്യൂ
2 ആയിട്ടാണ് എടുക്കേണ്ടത്. 2 years at a rate of 8%. ക്വസ്റ്റിനകത്ത് പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ 8% ആയിട്ട് എടുക്കാം. ഇഫ് എ പീരീഡ് ഓഫ് 6 years 6 ഇയേഴ്സിലാണ് വിട്ടു പോകുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സാക്ട് ഹാഫ് 3 years ആയിരിക്കണം എന്നായിട്ട് എടുക്കേണ്ടത്. 3 years at a rate of 8%. അപ്പോൾ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ആ പ്ലോട്ട് വിറ്റ് പോകുന്നത് അതിൻ്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കണം നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഗിവൺ ക്വസ്റ്റിനകത്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എ പീരീഡ് ഓഫ് 4 years ആയിട്ട് അസ്യൂം ചെയ്യുക. 4 years കൊണ്ട് നമ്മുടെ പ്ലോട്ട് എല്ലാം വിറ്റ് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ ഡിഫേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്നിൻ്റെ അടുത്ത് 8%, ഐയുടെ അടുത്ത് 8%ഉം എന്നിൻ്റെ അടുത്ത് 2 yearsഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 years ബിക്കോസ് ടോട്ടൽ 4 years ആണെങ്കിൽ അതിൻ്റെ എക്സാക്ട് ഹാഫ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പിൽ ഔട്ട് ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഔട്ട് ഗോയിങ്സ് എന്തൊക്കെ എക്സ്പെൻസസ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എക്സ്പെൻസ് ആണ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ വലിയൊരു പ്ലോട്ട് ചിലപ്പോൾ ഈ കുറേ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ചില കുഴികളോ അൺഡുലേറ്റഡ് ആയിട്ട് എടുക്കാം, ചിലപ്പോൾ ചെറിയ കുന്നുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ലെവൽ ചെയ്തെടുക്കാനുള്ള എമൗണ്ട് ആണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എപ്പോഴും കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡിലായിരിക്കും. ഇപ്പോൾ 4 years കൊണ്ട് പ്ലോട്ട് സെയിൽ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 4 years കൊണ്ട് പ്ലോട്ട് സെയിൽ ആകുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തരും. അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുന്നത് ഈ ഡിഫേർഡ് വാല്യൂ വെച്ചിട്ടായിരിക്കും കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 years കൊണ്ട് പ്ലോട്ട് വിറ്റ് പോകുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് 2 years വെച്ചിട്ടായിരിക്കും കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് പേയ്മെൻറ്റ് ഫോർ ദ ഈസ്മെൻറ്റ് റൈറ്റ്സ്. പേയ്മെൻറ്റ് ഫോർ ദ ഈസ്മെൻറ്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പ്ലോട്ട് ഇതായിരുന്നു നമ്മുടെ പ്ലോട്ട്. ഈ പ്ലോട്ടിൽ എന്തെങ്കിലും വർക്ക് നടത്താനായിട്ട് നമ്മൾ നിയർ ബൈ പ്ലോട്ട്സ് ഇതിനടുത്തുള്ള പ്ലോട്ടിലുള്ള അതിൻ്റെ ഓണറിൻ്റെ നിന്ന് നമ്മൾ അനുവാദം മേടിക്കും. അതാണ് ഈസ്മെൻറ്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ. ചില കേസിൽ എന്താണ് ഈ നിയർ ബൈ പ്ലോട്ട്സിലുള്ള ആൾക്കാർ നമ്മുടെ നിന്ന് കുറച്ച് എമൗണ്ട് മേടിക്കും. അവരുടെ പ്ലോട്ടിൽ ഈ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസോ കൺസ്ട്രക്ഷൻ വർക്കിനുള്ള സാധനങ്ങളോ അടുത്ത പ്ലോട്ടിലേക്കാണ് ഇറക്കി വെക്കുന്നതെങ്കിൽ അവർ ചിലപ്പം പൈസ മേടിക്കാം. അങ്ങനെ നിയർ ബൈ പ്ലോട്ടിലെ ഓണേഴ്സിൻ്റെ നിന്ന് മേടിക്കുന്ന അനുവാദമാണ്, അതാണ് ഈസ്മെൻറ്റ് റൈറ്റ്സ്. അത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ എന്തായിട്ട് എടുക്കണം, ഔട്ട് ഗോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതാണ് പേയ്മെൻറ്റ് ഫോർ ഈസ്മെൻറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എൻജിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നേരത്തെ എന്ത് വേണം, അതിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എൻജിനീയറിംഗും സൂപ്പർവിഷൻ ചാർജസും ഉണ്ടാകും. അപ്പോൾ ആ എമൗണ്ട് 4 to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. 4 to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇനി ആ പ്രോപ്പർട്ടിയിൽ എന്തുണ്ടാകും, സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡൻറ്റൽ ചാർജസ്. സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡൻറ്റൽ ചാർജസും 10% ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ. പ്രോപ്പർട്ടിയുടെ പ്രസൻറ്റ് വാല്യൂയുടെ 10% ആയിരിക്കും സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡൻറ്റൽ ചാർജസ്. ഇനി ഇതിൻ്റെ ഓണർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണ്ടേ, ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 15 to 20% ഓഫ് പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ഓണർ കിട്ടേണ്ട പ്രോഫിറ്റ്. 15 to 20%, ഒരു മിനിമം 15% ഓഫ് പ്രോഫിറ്റ് എങ്കിലും ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഓണർക്ക് കിട്ടണം. അപ്പോൾ ജസ്റ്റ് സ്റ്റെപ്സ് എല്ലാം ഒന്നും കൂടി പറയാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്സ്, ഒരു പ്ലോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്സിൽ പറയുന്നത്. ഒരു വലിയൊരു പ്ലോട്ടുണ്ട്, ആ പ്ലോട്ട് ഈ ഒരു പ്ലോട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്ലോട്ട് ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓണർക്ക് ഈ പ്ലോട്ടിൽ നിന്ന് എന്തുമാത്രം വാല്യൂ കിട്ടും അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു ചെയ്തത്, അതിനകത്ത് procedure for valuation. ഫസ്റ്റ് എന്ത് വേണം, ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ്. നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ് കിട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ ഏരിയ, പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയ എന്ത് ചെയ്യണം, ഈ റോഡിൻ്റെ സ്പേസ് അല്ലെങ്കിൽ എന്തെങ്കിലും അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം റെഡ്യൂസ് ചെയ്യണം. അത് എത്രയായിട്ട് എടുത്തിരിക്കുന്നത്, 30% ആണ് ടോട്ടൽ ഏരിയയുടെ.
ടോട്ടൽ ഏരിയയുടെ 30%. സെക്കൻഡ് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് ഇൻകം എന്ന് പറയുമ്പോൾ ഈ നെറ്റ് ഏരിയ അവൈലബിൾ ഫോർ സെയിൽ ബൈ പ്ലോട്ടിംഗ് ഇൻറ്റു ആവറേജ് സെയിൽ പ്രൈസ്. ആവറേജ് സെയിൽ പ്രൈസ് എടുക്കാൻ കാര്യം എല്ലാ വർഷവും അറ്റ് എ ടൈമിലല്ല, ഈ ഓരോ പ്ലോട്ടും വിറ്റ് പോകുന്നത് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. അതുകൊണ്ടാണ് ആവറേജ് സെയിൽ പ്രൈസ് എടുക്കുന്നത്. തേർഡ് സ്റ്റെപ്പിൽ gross income calculate. From gross income find out the present value. Present value calculate ചെയ്തു. Present value calculate ചെയ്യാനുള്ള equation gross income into P. P എന്ന് വെച്ചാൽ നമുക്ക് ആ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ടേം ആണ് P. ഡിഫേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡിഫേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ P is equal to 1/1 plus I the whole power n. അതിനകത്ത് I എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്ന് വെച്ചാൽ എത്ര വർഷം കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നത്, അതിൻ്റെ ഹാഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ 2 വർഷം കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നതെങ്കിൽ എത്ര എടുക്കണം? 2 വർഷം കൊണ്ട് ആ പ്ലോട്ട് വിറ്റ് പോകുന്നെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കണം. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് അങ്ങനെയൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വാല്യൂ എടുക്കാം. 4 years required to sell the plot. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 എടുക്കണം. എന്നിൻ്റെ വാല്യൂ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8. ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കുക ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട്. എത്ര വർഷം കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നത് അതിൻ്റെ ഹാഫ് വാല്യൂ എടുക്കുക, അത് n ആയിട്ട് എടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള ഔട്ട് ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഔട്ട് ഗോയിങ്സ് ഫസ്റ്റ് ഔട്ട് ഗോയിങ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, ആ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വാല്യൂസ്. ഇപ്പോൾ അതിനകത്ത് താണ്ടെ റോഡ്, ഫുട്പാത്ത്, സീവർ ലൈൻ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ പറയുന്നത് ഈസ്മെൻറ്റ് റൈറ്റ്സ്. ഈസ്മെൻറ്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ നിയർ ബൈ പ്രോപ്പർട്ടി, തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയിലെ ഓണറുടെ നിന്ന് നമ്മൾ എന്തെങ്കിലും പെർമിഷൻ മേടിക്കുകയാണെങ്കിൽ അതാണ് ഈസ്മെൻറ്റ് റൈറ്റ്സ്. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ്. അത് 4 to 7.5% ഓഫ് ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും. സ്റ്റാമ്പ് കോസ്റ്റ്, പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ട് നമ്മൾ ട്രാൻസാക്ഷൻ എന്ത് വേണം? മുദ്രപത്രങ്ങളൊക്കെ വേണം. അതിന് സ്റ്റാമ്പ് കോസ്റ്റ് ഉണ്ടാവും. അത് 10% ഓഫ് പ്രസൻറ്റ് വാല്യൂ ആണ്. ഇനി ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ്, ഇതിൻ്റെ ഓണർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വേണ്ട, അതിൻ്റെ മിനിമം 15% പ്രോഫിറ്റ് കിട്ടണം. പ്രസൻറ്റ് വാല്യൂന്ന് 15% പ്രോഫിറ്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ 15 to 20% ആണ് യൂഷ്വലി പറയുന്ന പ്രോഫിറ്റ്. മിനിമം 15% പ്രോഫിറ്റ് കിട്ടണം. ഇനി ഇതിൻ്റെ പ്രോബ്ലം നോക്കാം. Question: work out the cost of a plot of land measuring 6,000 square meter which is now ripe for building development when the average market rate for small building plot is rupees 50 per square meter. The cost of development of roadways, water supply, sewage system, electricity and other engineering charges ₹4 per square meter. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത് നമ്മുടെ ഒരു പ്ലോട്ട് ഉണ്ട്. ഈ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ 6,000 സ്ക്വയർ മീറ്റർ. ഈ പ്ലോട്ട് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് കണ്ടീഷനിലേക്ക് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വന്നു, അതുകൊണ്ട് ഈ പ്ലോട്ട് നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്, 1 second, പിന്നെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് സ്മോൾ ബിൽഡിംഗ് പ്ലോട്ട്. ഈ പ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ചെറിയ പ്ലോട്ടിൻ്റെ റേറ്റ് 50 per square meters ആണ്. പിന്നെ പറയുന്നത് ഇത് ഡെവലപ്മെൻറ്റ്, ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ₹4 per square meter. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. വർക്ക് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ദ പ്ലോട്ട്. കോസ്റ്റ് ഓഫ് ദ പ്ലോട്ട് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് ദ പ്ലോട്ട്. അപ്പോൾ ഏരിയ ഓഫ് ദ പ്ലോട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ അത്ര 60,000 സ്ക്വയർ മീറ്റർ. ഏരിയ ഓഫ് ദ പ്ലോട്ട് 60,000 സ്ക്വയർ മീറ്റർ. ഇനി നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊസീജിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് ദ നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ്. നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ് എന്ന് വെച്ചാൽ നെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ മൈനസ് ഏരിയ ഓഫ് ദ ലാൻഡ് റിക്വയർഡ് ഫോർ എസെൻഷ്യൽ അമ്യൂണിറ്റീസ്. അപ്പോൾ 30% ഓഫ് ടോട്ടൽ ഏരിയ. അപ്പോൾ നെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ മൈനസ് 30% ഓഫ് ടോട്ടൽ ഏരിയ. ഇതാണ്ടേ പ്ലോട്ടിൻ്റെ ഏരിയ മൈനസ് 30% ഓഫ്
പ്ലോട്ട് ഏരിയ. ഇതാണ് നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ്. ഈ ക്വസ്റ്റനിൽ നെറ്റ് ഏരിയ ഡയറക്റ്റ് തരുവാണെങ്കിൽ ആ വാല്യൂ ഡയറക്റ്റ് എടുക്കാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ടോട്ടൽ ഏരിയ മൈനസ് 30% ഓഫ് ഏരിയ ഓഫ് പ്ലോട്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ഗ്രോസ് ഇൻകം. ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ net area of the land available for sale by plotting into average sale price. Net area of available for sale of plotting 42,000 ആണ്. Average sale price. Average sale price and small plots are divide ചെയ്താൽ നമ്മുടെ sale price value ₹50 per square meter ആണ്. Multiply ചെയ്യുമ്പോൾ gross value കിട്ടി ₹21,000. Third step കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് find out the present value. പ്രോപ്പർട്ടിയുടെ present value കാൽക്കുലേറ്റ് ചെയ്യണം. present value കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? present value is equal to gross income into P. Gross income into P. P യുടെ വാല്യൂ 1 divided by 1 plus I the raised to n. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എത്ര വർഷം കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നതെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം 4 years കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. അപ്പോൾ പിയുടെ അടുത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 1 divided by 1 plus I 8% 0.08. 4 years കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നതെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? അതിൻ്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കണം 2. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി. Percentage value of gross income എന്ന് പറയുമ്പോൾ gross income into P. Gross income into P. അപ്പോൾ present value is equal to ₹18,330,000. അപ്പോൾ 18,330,000 ആണ് നമ്മുടെ പ്ലോട്ടിൻ്റെ present value. ഫോർത്ത് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഔട്ട്ഗോയിങ്സ് ആണ്. ഔട്ട്ഗോയിങ്സിനകത്ത് ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. നമുക്ക് പ്രൊസീജിയർ കൂടി ചെക്ക് ചെയ്യാം. തേർഡ് സ്റ്റെപ്പിൽ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് വേണം? നമുക്ക് ഔട്ട്ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഔട്ട്ഗോയിങ്സിനകത്ത് ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് water supply, sewage, electricity and all other engineering work is ₹4 per square meter. അപ്പോൾ കോസ്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? ടോട്ടൽ ഏരിയ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ ഇൻറ്റു ₹4. therefore ₹2,40,000 ആണ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി എല്ലാ പ്ലോട്ടും, ഈ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇത് എല്ലാ പ്ലോട്ടും ഒരേ കണക്കിന് ചിലപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നില്ല. ചിലപ്പോൾ ആദ്യം കുറച്ച് പോർഷൻ, ഈ ഒരു പോർഷൻ മാത്രം ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സൈഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ഏരിയ ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രസന്റ് വാല്യൂവും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡെവലപ്മെന്റ് കോസ്റ്റിനകത്തും പ്രസന്റ് വാല്യൂ ഓഫ് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രസന്റ് വാല്യൂ ഓഫ് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇൻറ്റു പി ചെയ്താൽ മതി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇൻറ്റു പി ചെയ്യുമ്പോൾ ₹2,05,752. അപ്പോൾ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റിനകത്ത് എപ്പോഴും പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇൻറ്റു പി നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തതിനകത്ത് പ്രൊസീജിയറിൽ അടുത്ത എന്തായിരുന്നു പറയുന്നത്? ഈസ്മെന്റ് റൈറ്റ്സ് എന്തായിരുന്നു? നമ്മുടെ നെയ്ബറിന്റെ പെർമിഷൻ, അല്ലെങ്കിൽ നെയ്ബറിന് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുവാണെങ്കിൽ അതാണ്. ക്വസ്റ്റിനകത്ത് അങ്ങനെയൊന്നും പറയുന്നില്ല, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇനി പിന്നെ പറഞ്ഞ എന്തായിരുന്നു? ഔട്ട്ഗോയിങ്സിൽ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് നമ്മുടെ ഗീവൺ ക്വസ്റ്റിനകത്തൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു റേഞ്ച് അറിയാം, 4 to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രസന്റ് വാല്യൂ ആണ് ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 5% ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഇവിടെ പറയുന്നത് നമ്മുടെ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ട് 4
7.5% of the deferred cost of development എന്തായിട്ട് എടുക്കാം, എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് ആയിട്ട് എടുക്കാം. അതുകൊണ്ട് 4 to 7.5 ആയതുകൊണ്ട് 5% ഓഫ് ഡിഫേർഡ് കോസ്റ്റ്. ഡിഫേർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂ ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് റുപ്പീസ് 10,287 കിട്ടും. 10,287. ഈ നമ്മുടെ പ്രൊസീജിയറിൽ അടുത്ത പറഞ്ഞിരിക്കുന്നത് സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് എന്നാണ്. സ്റ്റാമ്പ് കോസ്റ്റ് എത്ര, അതും നമ്മുടെ ഗീവൺ ക്വസ്റ്റിനകത്തൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മുടെ പ്രൊസീജിയറിൽ പറയുന്നുണ്ട് 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ. അപ്പോൾ 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ എന്തായിട്ട് എടുക്കാം, സ്റ്റാമ്പ് കോസ്റ്റ് ആയിട്ട് എടുക്കാം. 10% ഓഫ് പ്രസന്റ് വാല്യൂ. പ്രസന്റ് വാല്യൂവിൻ്റെ 10%. പ്രസന്റ് വാല്യൂ എന്തായിരുന്നു, 18,330. അതിൻ്റെ 10%, 1,80,033 റുപ്പീസ് സ്റ്റാമ്പ് കോസ്റ്റ് ആയിട്ട് എടുത്തു. ഇനി ലാസ്റ്റ് പറയുന്ന ഔട്ട് ഗോയിങ് ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് 15 to 20%. മിനിമം വാല്യൂ നമ്മൾ എടുക്കുന്നു 15%. അപ്പോൾ ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് 15% ഓഫ് പ്രസന്റ് വാല്യൂ. 15% ഓഫ് പ്രസന്റ് വാല്യൂ. 15% ഓഫ് പ്രസന്റ് വാല്യൂ ചെയ്യുമ്പോൾ 2,70,049.50 റുപ്പീസ് ആണ് ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുമ്പോൾ പ്രസന്റ് വാല്യൂ ഫോർ ഡെവലപ്മെന്റ്, എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ്, സ്റ്റാമ്പ് കോസ്റ്റ്, ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ്, ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കിട്ടും. ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. ഇനി എന്ത് വേണം, കോസ്റ്റ് ഓഫ് പ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് പ്ലോട്ട്, ദ വാല്യൂ ഓഫ് ലാൻഡ് ബിഫോർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഫോർ ഡെവലപ്മെന്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഈസ് നൗ റൈറ്റ് ഫോർ ബിൽഡിംഗ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഡെവലപ്പ് ആയില്ല, ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് എത്താൻ പോകും, ഡെവലപ്പ് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ദ പ്ലോട്ട്, ദ വാല്യൂ ഓഫ് ലാൻഡ് ബിഫോർ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഗ്രോസ് വാല്യൂ മൈനസ് ഔട്ട് ഗോയിങ് ആയിരിക്കും. ബിഫോർ ഡെവലപ്മെന്റ് ആയിരുന്നു ഗ്രോസ് വാല്യൂ മൈനസ് ഔട്ട് ഗോയിങ്. ഗ്രോസ് വാല്യൂ എന്തായിരുന്നു കിട്ടിയത്, ഗ്രോസ് വാല്യൂ എന്താണ്, ഗ്രോസ് ഇൻകം 21 lakh. So 21 lakhs minus outgoings. 21 lakhs minus outgoings ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്ലോട്ട് കിട്ടും. കോസ്റ്റ് ഓഫ് പ്ലോട്ട് ബിഫോർ ഡെവലപ്മെന്റ്. കോസ്റ്റ് ഓഫ് പ്ലോട്ട് ബിഫോർ ഡെവലപ്മെന്റ്. ഇനി പെർ സ്ക്വയർ മീറ്റർ, വാല്യൂ ഓഫ് ലാൻഡ് പെർ സ്ക്വയർ മീറ്റർ ചെയ്യാൻ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ കോസ്റ്റ് എന്തായിരുന്നു, നമ്മുടെ ഏരിയ 60,000 ചെയ്യുമ്പോൾ 23.90 റുപ്പീസ്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ നോക്കുക, പ്രൊസീജിയർ അനുസരിച്ച് അതേ കണക്ക് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഔട്ട് ഗോയിങ്സിൻ്റെ എല്ലാ വാല്യൂസും ക്വസ്റ്റനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് 5% അസ്യൂം ചെയ്യുക ക്വസ്റ്റന് തന്നിട്ടില്ലെങ്കിൽ. സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ, അതും അസ്യൂം ചെയ്യുക. ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് 15% ഓഫ് പ്രസന്റ് വാല്യൂ. ഈ മൂന്ന് കാര്യങ്ങളും ക്വസ്റ്റന് തന്നിട്ടില്ലെങ്കിൽ അസംഷനായിട്ട് എടുക്കണം. ഡെവലപ്മെന്റ് കോസ്റ്റ് ക്വസ്റ്റന് തരും. അപ്പോൾ ഏതെങ്കിലും ഡേറ്റാസ് മിസ്സിംഗ് ആണെങ്കിൽ അത് ക്വസ്റ്റിനകത്ത് എറർ ആയിരിക്കില്ല, അത് നിങ്ങൾ അസ്യൂം ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഇതും കൂടി തരും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയില്ല അസ്യൂം സ്യൂട്ടബിൾ ഡേറ്റാസ് വെൻ നെസസറി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എന്തെങ്കിലും മിസ്സിംഗ് ഡേറ്റാസ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്തെടുക്കാം. ഒരുപാട് പ്രോബ്ലംസിൽ ഇങ്ങനെ മിസ്സിംഗ് ഡേറ്റാസ് വരും, അത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്.